ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് വരാനുള്ള കാരണം എന്താ പറയുക, ഒരു ചെറിയ സംഭവം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. രസകരമായ ഒരു സംഭവമാണ്. അപ്പോൾ ഈ സംഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സംഭവം ഇത്രേ ഉള്ളൂ. അതായത് ഇപ്പം എൻ്റെ ഈ ഒരു ഡെങ്കിപ്പനി പിടിച്ചിരുന്നല്ലോ, ഞാൻ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നല്ലോ കുറച്ച് മുമ്പ്. അപ്പോൾ അതിൻ്റെ അവസാനത്തെ ചെക്കിങ് എല്ലാതും ഓക്കെ അല്ലേ എന്നുള്ള ഒരു അവസാനത്തെ ഒരു ചെക്കിങ്ങിന് വേണ്ടിയിട്ട് ഇന്ന് ഞാൻ ആശുപത്രിയിൽ പോയിരുന്നു. അപ്പോൾ ഈ ആശുപത്രി സർക്കാർ ആശുപത്രിയാണ്. അതുപോലെ തന്നെ ഈ സൈനിക ആശുപത്രിയാണ്. ഇപ്പൊ പിന്നെ യുദ്ധമൊന്നും ഇല്ലാത്ത കാരണം ജനങ്ങളെയാണ് അവർ ചികിത്സിക്കുന്നത് മാത്രമേ ഉള്ളൂ. യുദ്ധം വന്നാൽ പിന്നെ ജനങ്ങളെ മാറ്റിയിട്ട് അവിടെ പിന്നെ സൈനികരനാണ് ചികിത്സിക്കുക. എന്തായാലും ഈ ഒരു സൈനിക ആശുപത്രിയിൽ മൊത്തം ചികിത്സ സൗജന്യമാണ്. നല്ല ഉയർന്ന രീതിയിലുള്ള ചികിത്സ കിട്ടും. എല്ലാതരം സർജറി മുതൽ എല്ലാ സംഗതിയും ഉണ്ട് അവിടെ. അപ്പോൾ സൗജന്യമാണ്, എല്ലാവർക്കും സൗജന്യമാണ്. അപ്പോൾ ഞാൻ എൻ്റെ അവസാനത്തെ ചെക്കിങ്ങിന് വേണ്ടി പോയതാണ്. ഡെങ്കിപ്പനി ആയിരുന്നല്ലോ. അപ്പോൾ ഈ എന്താണ് ഈ ചുവന്ന രക്താണു ശരിക്ക് ബിൽഡപ്പ് ആയിക്കണമെന്ന് അറിയാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അത് ഓക്കെയാണ്, ഒന്നും പ്രശ്നമില്ല. അങ്ങനെ അവിടെ ഈ രക്തം സാമ്പിൾ എടുത്തതിൻ്റെ ശേഷം കാത്തിരിക്കണമല്ലോ കുറച്ച് നേരം. അപ്പോൾ കണ്ടൊരു കാഴ്ചയാണ്. അതായത് ആ ആശുപത്രിയുടെ ഉള്ളിൽ ഒരു സൈഡിലുണ്ട് ഗാനമേള നടക്കണ്. മനസ്സിലായില്ലേ? അതായത് കരോക്കെയാണ്. കാരണം അവിടെ ആർക്കൊക്കെ പാടാൻ കഴിയണം അവരൊക്കെ വന്ന് പാടാം. അത് രോഗികളായിക്കോട്ടെ, ഡോക്ടർമാരായിക്കോട്ടെ, അവിടുത്തെ മറ്റുള്ള ജോലിക്കാരായിക്കോട്ടെ, ആരായിക്കോട്ടെ, പാടാൻ കഴിവുണ്ടോ വന്ന് പാടുക. അതിനുള്ള സൗകര്യം അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് രണ്ട് ഈ ആർമി ഓഫീസറായിട്ടുള്ള ഡോക്ടർമാർ വന്നിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ട്. വേറെ ഏതൊക്കെ സ്ത്രീകളൊക്കെ പാട്ട് പാടുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ആശുപത്രി ഉള്ളിലേക്ക് ഗാനമേള. അപ്പോൾ ജസ്റ്റ് നിങ്ങളുമായി പങ്കുവെക്കണ രംഗം നമുക്കൊന്ന് കാണാം. പിന്നെ ഇവർ പാടുന്ന പാട്ട് കോപ്പിറൈറ്റ് വരും. കാരണം ഇവർ ഈ ആൽബങ്ങളിലുള്ള പാട്ടൊക്കെയാണ് പാടുന്നത്. അപ്പോൾ അത് കോപ്പിറൈറ്റ് വരും. അപ്പോൾ അത് കാരണം ഞാൻ പാട്ട് അവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് വേറെ മ്യൂസിക് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് കോപ്പിറൈറ്റ് ഇല്ലാത്ത യൂട്യൂബിലത്തെ മ്യൂസിക് അവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. കാണുക രംഗം. അപ്പോൾ കണ്ടില്ലേ, അതായത് ജനങ്ങളോട് ഇങ്ങനെ ഒരുപാട് രോഗികൾ കാത്തിരിക്കുന്നുണ്ട് ഡോക്ടറിനെ കാണാനും. അതിന് പല പല കാര്യങ്ങൾക്ക് അവിടെ കാത്തിരിക്കുന്നുണ്ട്. അതിന്റെ തൊട്ടപ്പുറത്താണ് ഇവര് ഗാനമേള നടത്തുന്നത്. അപ്പോൾ ഈ ഇങ്ങനത്തെ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ട് കാണാണ്. ഇത് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമോ? ഇന്ത്യയിൽ സങ്കല്പിക്കാൻ കഴിയുമോ? ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ സങ്കല്പിക്കാൻ കഴിയുമോ? പ്രൈവറ്റ് ആശുപത്രിയിൽ പോലും ഒരിക്കലും ഇല്ല. ഗാനമേള എന്ന് കേട്ട ആൾക്കാർ പറയും രോഗികളെ ശല്യം ചെയ്യുമെന്ന് പറയും. പക്ഷെ നേരെ തിരിച്ചാണ്. ഗാനമേളയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ചുറ്റുള്ള വാർഡിലുള്ള ആൾക്കാരൊക്കെ ഈ പാട്ട് കേട്ട അവർക്ക് കുറച്ച് ആരോഗ്യം വരിക ചെയ്യുക. മനസ്സിന്റെ ഒരു സന്തോഷമാണല്ലോ ഈ ആരോഗ്യം എന്ന് പറയുന്നത്. അപ്പൊ ആരോഗ്യം വരിക ചെയ്യുക. പക്ഷെ ഒന്നാത്തത് ഇന്ത്യയിൽ ഉണ്ടാവൂല കേട്ടോ. ഇന്ത്യയിൽ ഒന്നാത്തത് ഈ ആശുപത്രികൾ, പ്രൈവറ്റ് ആശുപത്രിയിൽ മാത്രമേ കുറച്ച് സൗകര്യം ഉണ്ടാവുള്ളൂ. അതിലാണെങ്കിൽ ഭയങ്കര ചാർജും ആയിരിക്കും. ബാക്കിയുള്ള എല്ലാ ആശുപത്രിയിലും ഈ സർക്കാർ ആശുപത്രിയിലൊക്കെ ഇപ്പൊ ഫുള്ള് ചളിയും മണ്ണൊക്കെ ആയിട്ട് കിടക്കായിരിക്കും. ആകെ വെറുപ്പും വൃത്തിയില്ല. ഇത് കണ്ട എന്ത് വൃത്തിയാണ്! ഇത്രയും ജനങ്ങൾ വന്നിട്ട് ഓരോ ദിവസവും 10,000 ആൾക്കാരെ വരുന്നത്. പക്ഷെ എത്ര വൃത്തിയായിട്ടിരിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു വ്യത്യാസമുണ്ട്. അപ്പോ ഇന്ത്യയിലത്തെ സർക്കാർ ആശുപത്രികൾ നോക്കാതിരിക്കാനല്ലേ, അവിടെ വൃത്തിയേ ഉണ്ടാവൂല. ഒരു ബെഡിൽ 2-3 ആൾക്കാരൊക്കെയാണ് കിടന്നുറങ്ങുക. ഒരു 200 ആൾക്കും ഒരു നേഴ്സൊക്കെ ആയിരിക്കും. അപ്പോൾ അത് കമ്പയർ ചെയ്യാൻ ഒരിക്കലും സാധ്യമല്ല. പക്ഷെ ഞാൻ പറയാണ്, ഇങ്ങനത്തെ ഒരു സംഗതി, ഇങ്ങനത്തെ ഒരു രംഗം നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെയെങ്കിലും കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. ഇന്ത്യ എന്നല്ല, ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യ അല്ലാത്ത ഏതെങ്കിലും രാജ്യത്ത് കാണാൻ പറ്റുമോ? ഒരിക്കലും സാധ്യമല്ല.
അപ്പൊ അത് ജസ്റ്റ് ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചെന്നുള്ളൂ മാത്രമേ ഉള്ളൂ. ഒരു സാധാരണ ഇതിൽ കാണുന്ന രംഗമൊന്നല്ലല്ലോ. പിന്നെ നമ്മൾ ഈ ആശുപത്രിയിൽ പോകുന്നത് ടൂറിന് പോകുന്നതെന്നല്ലല്ലോ, അസുഖം പിടിച്ചാലല്ലേ പോവുള്ളൂ. അപ്പൊ അങ്ങനെ പോയപ്പോ കണ്ടതാണ്. ഇനിയിപ്പോ മറ്റുള്ള ആശുപത്രിയിൽ ഉണ്ടോന്ന് അറിയില്ല. ആശുപത്രിയിൽ പോകേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. രോഗം വരുമ്പോൾ എല്ലാ ആശുപത്രിയിലും സന്ദർശിക്കാൻ പറ്റൂലല്ലോ. വലിയ വലിയ ആശുപത്രികളൊക്കെ ഉണ്ട് ഇവിടെ, ഈ ഭാഗങ്ങളൊക്കെ ഉണ്ട്. ചിലപ്പോൾ ഉണ്ടാവായിരിക്കും ഗാനമേളൊക്കെ. എന്തായാലും ഇത് കണ്ടപ്പോൾ നിങ്ങളുമായി പങ്കുവെച്ചെന്നുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത്ര ഈ വീഡിയോയിൽ പറയാനുള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.